പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, 2023 മധ്യത്തിൽ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായം വന്നിരുന്നു. CMRLൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ചെലവും വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി വന്നിരുന്നു. ആ വിധിയിലാണ് ആദ്യമായി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ അവർ വാങ്ങിയിരുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, 2016, 2017 മുതൽ 2020 വരെ 3-4 വർഷക്കാലം പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിലേക്കും പിണറായി വിജയൻ്റെ മകൾ നേരിട്ടും CMRL നേണ്ട 1,72,00,000 രൂപ വാങ്ങിയിരുന്നു എന്നുള്ള വിഷയം പുറത്തു വന്നു. അത് പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെയാണ് ആ പണം CMRL വീണ വിജയൻ കൊടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് ആ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരുടെ മൊഴി അതിൽ ഉണ്ടായിരുന്നു. ആ പണം CMRL അവരുടെ കണക്കുകളിൽ വക കൊള്ളിച്ചിരുന്നില്ല എന്നുള്ള വിഷയം പുറത്തു വന്നിരുന്നു. അത് അനധികൃത ഇടപാടാണെന്നുള്ളത് പുറത്തു വന്നിരുന്നു. അത് പുറത്തു വന്നത് ഇൻകം ടാക്സുകാർ CMRL നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് കിട്ടിയ രേഖകളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിഷയവും അന്ന് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലൂടെ പുറത്തു വരികയുണ്ടായി. അത് പുറത്തു വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസ്, മാസപ്പടി എന്നാണ് അതറിയപ്പെട്ട ആ കേസ് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. സുഹൃത്തുക്കളെ, ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി അതിൽ നടക്കുന്ന അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി അതിൽ പല അന്വേഷണങ്ങൾ നടന്നു. ആദ്യം കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അന്വേഷണം നടന്നു. പിന്നെ ED-യുടെ CBI-യുടെ ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേൾക്കും, നമുക്കറിയില്ല. എന്തായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അത് വളരെ കർശനമായിട്ടുള്ള അന്വേഷണമാണ്. കർശനമായിട്ടുള്ള വകുപ്പുകളൊക്കെയാണ് അതിനകത്ത് ഇറങ്ങിയിട്ടുള്ളത്. അറസ്റ്റിനുള്ള അധികാരങ്ങളൊക്കെ ഉള്ള വലിയ ഒരു അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം. അപ്പോൾ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പിണറായി വിജയൻ അപകടം മണത്തു. അപ്പോൾ തന്നെ അന്വേഷണം എങ്ങനെ റദ്ദാക്കണമെന്നുള്ളത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയൻ്റെ മകൾ കേസ് ഫയൽ ചെയ്തു. അത് തള്ളപ്പെട്ടു. അതിനെ തുടർന്ന് അവർ കർണാടക ഹൈക്കോടതിയിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അത് തള്ളപ്പെട്ടു. അതിനുശേഷം കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും CMRL എല്ലാം കൂടെ ചേർന്നിട്ട് കേരള ഹൈക്കോടതിയിൽ പലതവണ ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അതും തള്ളപ്പെട്ടു. അവസാന നടപടി എന്നുള്ള നിലയിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഒക്കെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒക്കെ തന്നെ കോർപ്പറേറ്റ് മിനിസ്ട്രിയുടെ ഒക്കെ തന്നെയുള്ള അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം ഡൽഹി ഹൈക്കോടതി കേട്ടു. ആ കേസിൽ CMRLൻ്റെ വാദം കേട്ടു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ വാദം കേട്ടു, ഇൻകം ടാക്സിൻ്റെ വാദം കേട്ടു. ഈ വാദങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് ഡൽഹി ഹൈക്കോടതി അതിൻ്റെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെൻറ്റ് ഡിസംബർ 23 റിസർവ് ചെയ്തു. അപ്പോൾ ആ കേസിൻ്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറഞ്ഞു, ഞങ്ങൾ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇൻകം ടാക്സുകാരൻ പറഞ്ഞു, ഞങ്ങൾ അന്വേഷണമൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ആ കേസിൽ അതിനിടയ്ക്ക് ഈ അന്വേഷണത്തിനിടയിൽ പിണറായി വിജയൻ്റെ മകളെ 2 പ്രാവശ്യം ബാംഗ്ലൂരിലോ മറ്റോ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. 2 പ്രാവശ്യം അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്യലും കഴിഞ്ഞു. സ്വാഭാവികമായും ആ കേസിൻ്റെ വിധി വരുന്നത് ഏതാണ്ട് 99% സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം അവർക്ക് തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് CMRLൻ്റെ ഹർജി തള്ളാനാണ് സാധ്യത എന്നാണ് 99% നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്വാഭാവികമായി ആ വിധി വന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യാം. ഇനി ആ വിധി വന്നതിന് ശേഷം അവർ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ആരെങ്കിലും കോടതി പോയിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞു, അന്വേഷണം പൂർത്തിയാക്കി, അതിലവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി പുറത്തു വരാതിരിക്കുക എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള ഈ ഡൽഹി ഹൈക്കോടതിയിലെ മാസപ്പടി കേസ് ഏറ്റവും ചുരുങ്ങിയത് CPM-ൻ്റെ മധുര പാർട്ടി കോൺഗ്രസിന് മുമ്പ് എങ്കിലും ആ വിധി വരാൻ പോകുന്നില്ല എന്നാണ്. ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ ചർച്ചാ വിഷയം.
കാരണം പാർട്ടി കോൺഗ്രസിന് മുമ്പ് വിധി വന്നാൽ പിണറായി വിജയന്റെ പിന്നെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. പിന്നെ നിലനിൽക്കാൻ തന്നെ പിണറായി വിജയന് പറ്റാത്ത സ്ഥിതി. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലും അത് വരുമോ ഇല്ലോ എന്നുള്ള സംബന്ധിച്ചുള്ള സംശയങ്ങൾ എനിക്ക് വേറെ അവിടെ നിൽക്കട്ടെ. എന്തായാലും പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് വരെയെങ്കിലും അത് വരില്ല എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. സുഹൃത്തുക്കളെ, ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ ഇടിപിടിന്ന് ഡൽഹിയിൽ ചെന്ന് ഈ നിർമ്മലാ സീതാരാമനെ ഗവർണറുടെ മുന്നിൽ വെച്ച് ചർച്ച നടത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വിധിന്യായം താമസിപ്പിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP വഴി ഉള്ള നീക്കങ്ങൾ നടത്തണമെന്നും അവരെ അറിയിക്കുന്നതിനും അവരുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡിസംബർ 23 ഇതിൻ്റെ വാദം പൂർത്തിയായതാണ്. ഡൽഹി ഹൈക്കോടതി പലതവണ ഇതിൻ്റെ വാദം കേട്ടതാണ്. SFIOയുടെ വാദം കേട്ടു, ഇൻകം ടാക്സിൻ്റെ വാദം കേട്ടു, CMRLന്റെ വാദം കേട്ടു, എല്ലാവരുടെയും വാദം കേട്ടതാണ്. കേട്ടിട്ട് ഡിസംബർ 23 ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ഡിസംബർ 23 കഴിഞ്ഞ് ജനുവരി 23 കഴിഞ്ഞു, ജനുവരി 23 കഴിഞ്ഞ് ജനുവരി 25, ഫെബ്രുവരി 23 കഴിഞ്ഞു, ഇപ്പോൾ മാർച്ച് 23 ആകാൻ പോവുകയാണ്. 3 മാസമായിട്ടും ഒരു ബ്ലാക്ക് ഹോളിൽ പെട്ടതുപോലെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ആ വിധി വരുന്നില്ല. എന്തുകൊണ്ടാണ് ആ വിധി വരാത്തത്? വിധി വരണ്ടേ? വാദം പൂർത്തിയാക്കിയിട്ട് 3 മാസമൊക്കെ താമസിപ്പിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ വാദം പൂർത്തിയാക്കിയിട്ടുള്ളതല്ലേ, എല്ലാ രേഖകളും കോടതിയുടെ മുന്നിലുള്ളത്. 3 മാസം വല്ലതും വേണം. അപ്പം എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ നിർമ്മലാ സീതാരാമനെയും ആർലേക്കറേയും വെച്ചിട്ട് നടത്തിയിട്ടുള്ള ചർച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണെന്നും പറഞ്ഞൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒന്നുമല്ല. അത് കൃത്യമായി തീരുമാനിച്ചുറച്ച് പോയി നടത്തിയ ഒരു മീറ്റിംഗാണ്. പ്രോട്ടോകോൾ BJP RSSലെ പ്രോട്ടോകോൾ പ്രകാരം നിർമ്മലാ സീതാരാമനേക്കാൾ ഉയർന്ന ലെവലിൽ RSSൽ പ്രവർത്തിക്കുന്ന രാജേന്ദ്ര ആർലേക്കറുടെ കൂടി സാന്നിധ്യത്തിൽ പിണറായി വിജയൻ നിർമ്മലാ സീതാരാമനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മകളുടെയുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് എനിക്ക് ഉറപ്പ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് പാർട്ടി കോൺഗ്രസ് വരെയെങ്കിലും. ഒരുപക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് തടഞ്ഞു നിർത്താൻ ബുദ്ധിമുട്ടായേക്കാം എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അത് കഴിഞ്ഞാലും ഇത് വിധി പ്രഖ്യാപിക്കാതിരിക്കാം. കാരണം ലാവ്ലിൻ കേസ് കഴിഞ്ഞ 7 വർഷക്കാലമായി സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞത്തെ കാര്യം എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് ഉറപ്പിച്ച് പറയാനൊറ്റ കാര്യമേ ഉള്ളൂ. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഡിസംബർ 23 മുതൽ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുന്ന ഈ കേസിന്റെ വിധിന്യായം ഏറ്റവും ചുരുങ്ങിയത് പാർട്ടി കോൺഗ്രസ് വരെയെങ്കിലും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തത്.